ഒരുപാട് വാക്കുകൾ കൊണ്ടും വിവരണങ്ങൾ കൊണ്ടും പ്രകടമായിട്ടുള്ള കലകളും കാവ്യങ്ങളും എന്തിലൊക്കെയോ ഏതിലൊക്കെയോ ഉണ്ടെന്നും എന്തിലൊക്കെയോ ഏതിലൊക്കെയോ ഇല്ലെന്നും അറിയണം. അറിഞ്ഞ് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം ഏവരും. പരാജയത്തിൽ നിന്നും നമുക്ക് ഒരു പടി വിജയത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ദൃഢനിശ്ചയം വെച്ചുകൊണ്ട് ഏവരും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്നലെ പറ്റിയ അബദ്ധം ഇന്നും പറ്റാതിരിക്കാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം. ഇന്നലെ പറ്റിയിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ആയവ ഇന്നും സംഭവിക്കരുത്. അപ്രകാരമുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഇന്നും ഉണ്ടായിക്കൂടാ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. തെറ്റുകൾ ഓരോ ദിവസവും ചെയ്തു കൂട്ടുകയും ഇന്ന് ചെയ്തതിനേക്കാളുപരി ഇന്നലെ ചെയ്തതിനേക്കാളുപരി നമ്മൾ നാളെയും ചെയ്യുവാനായിക്കൊണ്ട് പ്രാപ്തരാകുന്നു. നമ്മളുടെ വഴി നല്ലതല്ലാത്തത് കൊണ്ടാണെന്നറിയണം. നമ്മുടെ വഴികൾ പിഴച്ച വഴികളാണെന്നറിയണം. നമ്മൾ കണ്ടതെല്ലാം ഒരുപാട് കേട്ടതെല്ലാം മുഴുവനായും നമുക്ക് ഒരുപാട് ദോഷങ്ങളും ദൂഷ്യങ്ങളും ഭവിക്കുന്നതാണെന്നറിയണം. ആയവ മാത്രമേ പോകുന്ന സമയത്തിൽ കൂട്ടാളികളായിട്ടുണ്ടാവുകയുള്ളൂ. ആയ സന്ദർഭത്തിൽ പോകുന്നത് ഒരുപാട് ദുഷിച്ചതും ഒരുപാട് ദോഷകരമായിട്ടുള്ള ദുർഗന്ധം വമിപ്പിക്കുന്ന മലജല മൂത്ര ചോരയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു ദ്രാവകത്തിലേക്ക് എത്തപ്പെടണോ പറയുമ്പോൾ വിഷമമുണ്ട്. ആരും അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് എത്തപ്പെടരുതെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു, ഒരുപാട് ആശിക്കുന്നു. നല്ലതായി തീരണം ഏവരും. ഇന്നലെ വരെ ചെയ്തതെന്താണെന്ന് ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല ആരും. ആയതിനെ അകറ്റി നിർത്തുക. ഇന്ന് നമ്മൾ എന്തായി തീരണം? ഇന്ന് മുതൽ നമ്മൾ നല്ലവരായി തീരണം, നല്ല മനുഷ്യരായി തീരണം, നല്ല ജന്മങ്ങൾ ഉള്ളവരായി തീരണം, നല്ല ജന്മം കിട്ടിയവരായി തീരണം. നമ്മൾ ഓരോ നിമിഷവും അപ്രകാരമുള്ള തലങ്ങളിലൂടെ മുന്നോട്ട് പോകണം. നമ്മളുടെ ചിന്തയും പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ക്രിയകളും എല്ലാം അപ്രകാരമായിട്ടുള്ളതാവണം. ആരെയും വിഷമിപ്പിക്കാതിരിക്കുന്നതായിട്ടുള്ളൊരു മനോഭാവം വീണ്ടെടുക്കണം. നമ്മളുടെ വിഷമം പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ വിഷമങ്ങളും എന്നറിയണം. അപ്രകാരം അറിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിൽ നിന്നും നമുക്ക് പുറകോട്ട് വരുവാനായിക്കൊണ്ട് അപ്രകാരമുള്ള ചിന്തകൾ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കും. തൻ്റെ ഉള്ളിലുള്ള ഡ്രൈവറാണ് തന്നെ നയിക്കുന്നതെന്നറിയുമ്പോൾ ആയതിൽ ഒരുപാട് ഗുണങ്ങളോടുകൂടി നമ്മുടെ ശരീരമാകുന്ന വാഹനം ചലിച്ചുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ സദാ അപ്രകാരം ഡ്രൈവറെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഓരോ നിമിഷവും ഞാനാകുന്ന വാഹനത്തെ തട്ടാതെ മുട്ടാതെ പരിസരത്തുള്ളതും റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ളതും വരുന്ന വാഹനങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോവാൻ. നമ്മുടെ വാഹനം കൊണ്ട് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും മറ്റുള്ളവർക്കായിക്കൊണ്ട് ഉണ്ടാവരുത്. ആയ നല്ല ഡ്രൈവറോടായിട്ട് പറയണം, എൻ്റെ വാഹനത്തെ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഓടിച്ചു പോകുവാൻ. ഇപ്രകാരമുള്ള വാക്കുകൾ ഓരോരുത്തർക്കും അവരവരെ ശ്രദ്ധിക്കാനായിക്കൊണ്ട് ഉദ്ധരിക്കുവാൻ വേണ്ടി ആണെന്നറിയണം. അവനവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അവനവൻ്റെ രക്ഷകനും ശിക്ഷകനെന്നും അറിയണം. നമ്മളൊരു വാഹനം വാങ്ങിക്കൊണ്ട്
ആ വാഹനത്തെ ലക്കും ലഗാനുമില്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും അവസ്ഥ? റോട്ടിൽ കാണുന്ന വളവുകളും കുണ്ടുകളും കിടങ്ങുകളും കൊക്കകളും കാണാതെ കണ്ട് വാഹനം ഓടിച്ചാൽ എപ്രകാരമുണ്ടാകും അവസ്ഥ? അതുതന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത തലങ്ങളിൽ നിന്നുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന ആ വിഷയങ്ങൾ എപ്രകാരമാണോ അപ്രകാരമായി തീരുന്നു ജീവിതം. ഓർക്കണം ഏവരും, നല്ല പാതയിലൂടെ ശാന്തിയോടുകൂടി ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖവും സ്വസ്ഥതയും അപ്രകാരം ആവണം നമ്മുടെ ജീവിതം. ആരുടെയും ദേഹത്ത് കയറ്റാതെയുള്ള നമ്മുടെ വാഹനത്തെ ഒരു പുണ്യവാഹനമായി നമുക്ക് ഓടിച്ചു കൊണ്ടുപോയിക്കൂടെ? നമ്മുടെ ഡ്രൈവർ ആയതിന് പര്യാപ്തമായിട്ടുള്ള ഡ്രൈവറാണെന്നറിയണം. എല്ലാറ്റിനും പറ്റുന്നൊരു ഡ്രൈവറാണ് നമ്മുടെ ഡ്രൈവർ. നമ്മളെന്ത് ആജ്ഞാപിക്കുന്നു ആ ആജ്ഞ അനുസരിക്കുന്നതാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഡ്രൈവറെന്നറിയണം. ആ ഡ്രൈവർക്ക് നമുക്ക് പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ട് പറയണം, ഇനി മുതൽ ഞാനാകുന്ന ഉടമയല്ല, ഞാനാകുന്ന മനസ്സല്ല ഈ വാഹനത്തെ നയിക്കേണ്ടത്, നീയാകുന്ന ഡ്രൈവറാണ് ഈ വാഹനത്തെ യാതൊരു തരത്തിലുള്ള തട്ടലോ മുട്ടലോ കേടുപാടുകളോ സംഭവിക്കാതെ കണ്ട് രാജ്യത്തിൻ്റെ നീളമുള്ള നിയമങ്ങളും നിയമ വഴികളും കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും വേണ്ടി മാത്രമേ, അപ്രകാരം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നീ വാഹനത്തെ നയിക്കാവൂ, വാഹനം ഓടിക്കാവൂ എന്ന് പറയണം. നമ്മുടെ ഉള്ളിൽ നോക്കിക്കൊണ്ട്, എൻ്റെ പരിപൂർണമായി നിലകൊള്ളുന്ന എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ, എന്നിൽ കുടികൊള്ളുന്ന പരമാത്മാവേ, ഇത്ര കാലത്തോളം ജീവിച്ചു, ഈ ജന്മം കൊണ്ട് ഇന്ന് ഇത്ര കാലം, ഇത്ര വർഷം, ഇത്ര ദിവസം, ഇത്ര ആഴ്ചകൾ, ഇത്ര മാസം ഞാൻ ജീവിച്ചിരിക്കുന്നു. പോയ ജന്മങ്ങളിൽ എത്ര കാലമോ എത്ര ജന്മമോ എടുത്തതായിട്ടെന്നറിയുന്നില്ല ഞാൻ. എങ്കിലും ഏതേത് ജന്മങ്ങളിൽ ഏതേതു കാര്യങ്ങൾ വേണ്ടതും വേണ്ടാത്തതും ചെയ്തുവോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ, ഇന്നീ നിമിഷം വരേക്കും, ജന്മം പൂകിയ കാലം മുതൽ ഇന്നീ നിമിഷം വരേക്കും എന്തെല്ലാമോ സംഭവിച്ചു, എന്തെല്ലാമോ പ്രവർത്തിച്ചു, എന്തെല്ലാമോ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, എന്തെല്ലാം വാക്കുകൾ പറഞ്ഞും എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തും ഞാൻ ഇന്ന് ഈ നിമിഷം വരെ എത്തപ്പെട്ടു. ആയതിൽ എന്തെല്ലാമാണോ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ശാപങ്ങളും പാപങ്ങളും എന്നിൽ നിന്നും ഉളവായിട്ടുള്ളത്, അപ്രകാരം ഓർത്ത് ഞാൻ പശ്ചാത്താപിക്കുന്നു. ഇനി നിമിഷം മുതൽ ഈ വാഹനത്തിന് എത്രത്തോളമാണോ ചാർജ് ഉള്ളത്, ഈ വാഹനത്തിന് ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ബാറ്ററി എത്ര സമയം വരെ നിലകൊള്ളും ഡ്രൈവറോട് പറയണം. ഇനി ഈ വാഹനം ഓടിക്കുന്ന ഓരോ നിമിഷവും ശുദ്ധമായിട്ടുള്ള പാതയിലൂടെ മാത്രമേ പോകാവൂ. ഇന്നലെ വരെയും ഓടിച്ചിട്ടുള്ള ആ ഒരു വാഹനമായി ഇനി മുന്നോട്ട് പോകരുത്. പുതിയൊരു വാഹനമായി മാറണം നമ്മുടെ വാഹനം. എല്ലാ കേടുപാടുകളും നമുക്ക് അകറ്റേണ്ടതായിട്ടുണ്ട്. മുൻപ് തട്ടിയതും മുട്ടിയതുമെല്ലാം നിലകൊള്ളുന്നു, ആയതിനെ ഓർക്കേണ്ടതില്ല ഇനി. പക്ഷേ ഇനി മുതൽ അപ്രകാരം സംഭവിച്ചുകൂടാ. നമ്മളെക്കൊണ്ട് മറ്റേ വാഹനത്തിനും മറുവാഹനത്തിന് നമ്മളെക്കൊണ്ടും യാതൊരു തരത്തിലുള്ള ദോഷവും കൂടാതെ കണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മാന മര്യാദയോടുകൂടി അഭിമാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കൊരു കർത്തവ്യമുണ്ട്. ആ കർത്തവ്യം ധർമ്മനിഷ്ഠയും സത്യസന്ധതയുമാണെന്നറിയണം. സ്നേഹമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. സ്വഭാവശുദ്ധിയും ആയതിനു വേണ്ടി നമുക്ക് ഒരുപാട് വേണ്ടതായിട്ടുണ്ട്. എന്തിലും ഏതിലും ആയവ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
ആരെയും ധ്വംസിക്കുവാനോ ഹിംസിക്കുവാനോ അല്ല എൻ്റെ ജീവിതം. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു രക്ഷ കൊടുക്കുവാനായി കഴിഞ്ഞാൽ ഞാൻ ഈശ്വരനായി വീണ്ടും പറയുന്നു, ഞാൻ എന്നെ ഉദ്ധരിപ്പിക്കുകയല്ല, നീ തന്നെയാണ് ഇതെല്ലാം എന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം, അറിയണം. ഇത് എല്ലാം നീ തന്നെ ആകുന്നു. ഓരോരുത്തരും ഇത് തന്നെയാണെന്ന് അറിയണം. ആയതാണ് അറിയിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ തന്നെയാണെന്നറിയണം. രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും എല്ലാം ഏതെങ്കിലും ഒരു ഈശ്വരൻ ആരെയും ശിക്ഷിക്കുന്നുമില്ല, ആരെയും രക്ഷിക്കുന്നുമില്ലെന്നറിയണം. താൻ എന്ത് കർമ്മങ്ങളാണോ ചെയ്തത്, എന്ത് പ്രവൃത്തികളാണോ ചെയ്തത്, ഒരു പണിയെടുത്തു കഴിഞ്ഞാൽ ആയതിൽ നിന്നും കിട്ടുന്ന ആ നാട്ടിലെ നടപ്പനുസരിച്ച് എന്ത് ജോലിക്ക് ഏതു തരത്തിലുള്ളൊരു കൂലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ആ കൂലി കിട്ടുവാൻ അവൻ ബാധ്യസ്ഥനാണ്. നിയമപരമായി ആ കൂലി കിട്ടിയില്ലെങ്കിൽ അവൻ നിയമപരമായി പോയിക്കൊണ്ട് ആ കൂലി വാങ്ങുവാനായിക്കൊണ്ട് അർഹതനായി തീരുന്നു. അപ്രകാരം തന്നെയാണ് എല്ലാമെന്ന് ഓർക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ ദുഷ്ടപ്രവൃത്തികൾക്കും ദുഷ്ടവാക്കിനും ദുഷ്ടചിന്തകൾക്കും അപ്രകാരമുള്ള കൂലിയുണ്ട്. അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാലും ആയത് നമുക്ക് സ്വീകരിച്ചേ മതിയാവും. പണിയെടുത്ത കൂലി നമുക്ക് കിട്ടണം എന്ന് നമ്മൾക്ക് കിട്ടാതെ വരുമ്പോൾ നിയമപരമായിട്ട് ആയവ കിട്ടാൻ വേണ്ടി പോകുന്നത് എപ്രകാരമാണോ അപ്രകാരം തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ദുഷ്ടപ്രവൃത്തികൾക്കും ദുഷ്ടകർമ്മങ്ങൾക്കും അക്രമങ്ങൾക്കും അനീതിക്കും ആയതിൻ്റേതായിട്ടുള്ള പല മൂലഗണങ്ങളെല്ലാം ഉണ്ട്. ആയവ നമ്മൾ അനുഭവിക്കുവാനും ബാധ്യസ്ഥരാണെന്നറിയണം. നമുക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള പൈസ നമുക്ക് എപ്രകാരം ചോദിക്കുവാനായി കൊണ്ട് നമുക്ക് കഴിയുന്നുവോ അപ്രകാരം തന്നെ നമുക്ക് ചെയ്ത കർമ്മങ്ങളുടെ പാപകർമ്മങ്ങളുടെ ഫലവും അപ്രകാരമുള്ള ദുർവിനിയോഗങ്ങളോട് കൂടി അനുഭവിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണെന്നറിയണം. അപ്രകാരമുള്ള രോഗങ്ങളോ ദുരിതങ്ങളോ ദോഷങ്ങളോ നമ്മൾ അനുഭവിക്കുമ്പോൾ വിഷമിക്കേണ്ട ആരും. ഇതെല്ലാം ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെ ഫലമായി, ഞാൻ ചെയ്തു പോയിട്ടുള്ള ദോഷങ്ങളുടെ ഫലമായി ഞാൻ അനുഭവിക്കുന്നതാണെന്നറിഞ്ഞ് ദുഃഖത്തിൽ നിന്നും മുക്തരാവണം. ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഇതെൻ്റെ അവകാശമാണ്. ഞാൻ എപ്പോഴോ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മം കൊണ്ടോ പോയ ജന്മം കൊണ്ടോ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള, ഞാൻ ചെയ്തിട്ടുള്ള ദോഷദുരിത പ്രവൃത്തിയുടെ ഭാഗമായി ശാപപാപങ്ങളുടെ ഫലമായി ഞാൻ അനുഭവിക്കേണ്ടതായിട്ടുള്ളതാണെന്നറിഞ്ഞ് ആ ദുഃഖത്തിൽ നിന്നും നമ്മൾ മോചിതരാവണം. ആയതിൽ നിന്നും മോചനം കിട്ടും. നമുക്ക് നമ്മൾ അനുഭവിക്കാനായിക്കൊണ്ട് തയ്യാറാവണം. ആരെയും ഈശ്വരനെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം അനുഭവിക്കുവാൻ ഞാൻ എന്തു തെറ്റു ചെയ്തു എന്ന് ചോദിക്കുന്നിടത്തുണ്ട് കാര്യം. നിങ്ങൾ അറിഞ്ഞില്ല പോലും പോയ ജന്മങ്ങളിൽ ഒരു ക്രൂരനോ ഒരു പാപിയോ ഒരുപാട് ഉപദ്രവം നിങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട്. പലർക്കും പലതിനും ഉണ്ടായിട്ടുണ്ടെന്നറിയണം. ആയതുകൊണ്ട് അനുഭവിക്കുന്നു ഞാനിതെല്ലാം. ഇന്നൊരൊറ്റ ചിന്ത നിങ്ങളിൽ എത്തിപ്പെട്ടാൽ നിങ്ങൾ വേഗം ഉള്ളിലേക്ക് തിരിയണം. ഇനി ആ നിമിഷം മുതൽ ഏത് ചെയ്യുമ്പോഴും ജീവിതം പ്രായശ്ചിത്തമായി മാറണം. എന്തിനു വേണ്ടി? ജന്മശുദ്ധി കൈവരുത്താനായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കണം. ജന്മം അശുദ്ധമായതുകൊണ്ട് ആ അശുദ്ധിയിൽ നിന്നും നമുക്ക് മുക്തി നേടുവാനായിക്കൊണ്ട് ജന്മശുദ്ധി കൈവരുത്തുവാനായിക്കൊണ്ട് ജന്മസായുജ്യം കൈവരുത്തുവാനായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ആരാധനകളും കർമ്മങ്ങളും വേണ്ടതാകുന്നു എന്ന് പറയുന്നു. എപ്രകാരം? നമ്മൾ കഴിക്കുന്നത്,
നമ്മൾ കുടിക്കുന്നത്, നമ്മൾ എടുക്കുന്ന കർമ്മങ്ങൾ, ജോലികൾ ആയവയിലൊന്നും പിഴവ് കൂടാതെ കണ്ട്, ആയതിലെല്ലാം സത്യവും ധർമ്മവും കണ്ട്, നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളിലും ഇടപെടലുകളിലും എല്ലാം ഒരു പെരുമാറ്റശുദ്ധിയോടുകൂടി, സ്വഭാവശുദ്ധിയോടുകൂടി, ആരെയും വിഷമിപ്പിക്കാത്തതായിട്ടുള്ളവ ആവണം. നമ്മളുടെ ഇടപെടലുകളും നമ്മളുടെ പെരുമാറ്റങ്ങളും ആയതിലെല്ലാം നമുക്കൊരു അഭിമാനം കിട്ടുന്ന രീതിയിൽ, ഒരിക്കലും അപമാനിക്കപ്പെടാത്തവനായി നമ്മൾ, അഭിമാനം കിട്ടിയില്ല എങ്കിലും നമ്മളാരാലും അപമാനിതരാവാതെ, അപ്രകാരം നമ്മൾ അപമാനിതരാക്കാതെ കണ്ട് നമ്മൾ നിലകൊള്ളണം. ഏതിൽ നിന്നും ആയവ അറിഞ്ഞാരാധിച്ചറിഞ്ഞാടണം. അപ്രകാരമുള്ള രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത കണ്ട്, ഒരു വൃത്തി കണ്ട്, ഒരു വെടിപ്പ് കണ്ട് നല്ലതായി മുന്നോട്ട് പോകണം. നമ്മളെപ്പോഴും നല്ല ശുദ്ധരായിട്ടുള്ള ചിന്തകൾക്കുടമയായി തീരണം. നല്ല വാഹനം ഓടിക്കുന്ന ആ നല്ല വാഹനത്തിൻ്റെ നല്ലൊരുടമയായി, പരസ്പര സഹായിയായിട്ടുള്ള ഒരു വാഹനവും ഉടമയും ആയത്, നല്ല പോലെ വാഹനം ഓടിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഡ്രൈവറുമായി നമ്മൾ മുന്നോട്ട് പോകണം. അപ്രകാരം മുന്നോട്ട് പോകുക എന്നുള്ളതാവണം എൻ്റെ ലക്ഷ്യം. ഏവർക്കും നല്ലത് വരുത്തണേ എന്ന് ജഗദീശ്വരിയോടായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം, നമസ്കാരം.